എനിക്കതൊന്ന് അയച്ചു തരാവോ? എനിക്ക് ആ സിലബസ് ഒന്ന് അയച്ചു തരാവോന്ന്? എങ്ങനെ അയക്കും? നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താലോ ഇതിനകത്തുള്ള മെമ്പേഴ്സ് എല്ലാം വെച്ചോണ്ട്, എന്നിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ അതിനകത്തോട്ട് ഷെയർ ചെയ്യാം. അപ്പം കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. ഓൾറെഡി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാനിപ്പം ഷെയർ ചെയ്യാം. ഞാൻ അതിൽ കയറി അയച്ചേക്കാം കേട്ടോ. ശരി. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടാൻ എന്താ വഴി? വാട്സാപ്പ് ചാനലല്ലേ? എങ്ങനെയാന്ന് അറിയില്ല എനിക്ക്. ഓൾറെഡി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മെസ്സേജ് നോക്കിയാൽ മതി, അതിനകത്തുണ്ട്. സ്റ്റുഡൻസ് മാത്രമുള്ള ഗ്രൂപ്പാണ്. വാട്സാപ്പ് ഗ്രൂപ്പ് വാട്സാപ്പ് നമ്പർ ഒന്ന് സെൻഡ് ചെയ്യാവോ, പറയാവോ? അല്ല, വാട്സാപ്പ് ലിങ്ക് ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ചാറ്റ് മെസ്സേജ് എടുത്ത് നോക്കിയാൽ മതി, കാണാം. ഈ ഫ്രണ്ട്സ് അറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പാണോ? അത് തന്നെ. ഓക്കെ. അവരെ റിക്വസ്റ്റ് കൊടുക്കണം. ഞാനൊരു കാര്യം, ആ ഗ്രൂപ്പില് 10:30 കയറുന്ന ആൾക്കാരും ഉണ്ട്, 1:30 കയറുന്ന ആൾക്കാരും ഉണ്ട്. ഒരു ഗ്രൂപ്പിൽ തന്നെ 2 ആൾക്കാരുമാണ്. അപ്പൊ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ടോട്ടലി കൺഫ്യൂഷൻ വരും. കാരണം അവരൊന്ന് പറയും, നമ്മൾ ഇതിൽ അയച്ചിട്ടുണ്ടല്ലോ. ഇതിലിപ്പോ ആ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടല്ലോ 2 PDF. ആ സെയിം PDF തന്നെയാണ്. ആ PDF തന്നെയാണ് എനിക്ക് കിട്ടിയത്. ആ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഞാനാണ് അതിന്റെ അകത്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടത് ഞാനാണ്. അതെ, ഞാനും ഇപ്പൊ അയച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. All of you, please mute your device. Excuse me. Okay. നിങ്ങള് അവിടെ ഭയങ്കര സംസാരത്തിലായിരുന്നു. ഞാൻ കുറെ കൂടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളിപ്പോ നിർത്തും എന്ന് വിചാരിച്ചു ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അല്ല മിസ് വന്നില്ലെന്നും പറഞ്ഞിട്ടാ സംസാരിച്ചത്. അപ്പോഴേ പോയനെ മ്യൂട്ട്. അത് ശരി, ഞാനിവിടെ കുറച്ച് നേരമായി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ആയിത്തോട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ നിർത്തും, ഇപ്പൊ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ച് സൈലന്റ് ആകും എന്ന് വിചാരിച്ച് കുറച്ചു നേരമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ കാണാത്തത് കൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തതാണ്, ഇടയ്ക്ക് എഴുതിയതാണ്. ഓക്കെ, അപ്പൊ അതിന് ഒരു സൊല്യൂഷൻ ഞാൻ ആദ്യമേ തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ. ബിക്കോസ് ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു 6 months കോഴ്സും നമ്മളുടെ ഈ മുമ്പിൽ ഇരിക്കുന്ന ഓൾറെഡി ഐ തിങ്ക് ഒരു 1 to 35 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളുടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാകും. അത് മുഴുവൻ നമ്മൾ എടുത്തു തീർക്കണം, പഠിച്ചു തീർക്കണം, നമുക്ക് എക്സാം കൊടുക്കണം. ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമ്മൾ എത്ര എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഡൗട്ട്സ് ഈ കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പോയാലും നമ്മുടെ ഡൗട്ട്സിന് ഒരു എന്താ പറയാ എന്തുണ്ടാവില്ല, അവസാനം വരെക്കും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ആദ്യമേ തന്നെ പറയട്ടെ. നമ്മളിപ്പോ എത്രാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത്? എത്രാമത്തെ ക്ലാസ്സിലാണ്? മൂന്നാമത്തെ ക്ലാസ്. അതെ, മൂന്നാമത്തെ ക്ലാസ്. മൂന്നാമത്തെ ക്ലാസ് ചെയ്യുന്നവരുണ്ട്. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ പറയണ്ട. ഓക്കെ, നിങ്ങൾ എത്രാമത്തെ ക്ലാസ്സുകളായിക്കോട്ടെ, നമ്മളിപ്പോ ക്ലാസ്സുകളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. 1 day നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ സെക്ഷനിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 1:30 മുതൽ 3:30 വരെയാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ. ഓക്കെ, 1:30 മുതൽ 3:30 വരെ എന്ന് പറയുമ്പോൾ ഒറ്റ ടീച്ചർ അല്ല, 2 ടീച്ചേഴ്സ് മാറി കയറും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, അതായത് 1:30 to 2:30 വരെയുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടീച്ചർ ലീവ് ചെയ്ത് പോകും. ടീച്ചർ ലീവ് ചെയ്ത് പോയിക്കോട്ടെ. അടുത്ത ടീച്ചർക്ക് ഈ ഒരു നമ്മളുടെ ഈ ടോപ്പിക് ഒന്ന് വേറെ പ്രസന്റ് ചെയ്യണം. കാരണം അടുത്ത ടീച്ചർ വരുന്നത് അതേ ടോപ്പിക് റിപ്പീറ്റ് ചെയ്യാനല്ല, നെക്സ്റ്റ് ടോപ്പിക്കാണ് ടീച്ചറുടെ കയ്യിലുള്ള ടോപ്പിക്കാണ് ടീച്ചർ വന്നിട്ട് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് ടോപ്പിക് ചേഞ്ച് ചെയ്യാനും
ആ ടീച്ചർ ഒന്ന് മാറി അടുത്ത കസേരയിലേക്ക് മറ്റൊരു ടീച്ചർ കൂടെ കയറിയിരിക്കാനും ഒരു 2-3 മിനിറ്റ് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ഒരു സമയം, അതായത് ഒരു ടീച്ചർ പോയി അടുത്ത ടീച്ചർക്ക് ആ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം ആവുള്ള സമയമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, ആ സമയത്തിൽ നിങ്ങൾ ഇത്തരം നമ്മളുടെ നോട്ടുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളോ, നിങ്ങൾക്ക് നോട്ട് ചിലപ്പോ ടീച്ചർ ഡിക്റ്റേറ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാൻ പറ്റിയില്ല, എല്ലാവരും ഒരുപോലെ ഫാസ്റ്റ് അല്ല, ചിലപ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേടിക്കൊന്നും വേണ്ടാന്ന്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, അത് അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ പാനിക് ആവാണ്ട് അവിടെ ഇരിക്കുക. അടുത്ത ക്ലാസ് കൂടി ഉണ്ടല്ലോ, രണ്ടാമത്തെ ടീച്ചർ വന്ന് ടീച്ചറിന്റെ കൂടി ക്ലാസ് കഴിയും. ആ ക്ലാസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യു ഹാവ് ഇനഫ് ടൈം, നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റോ 20 മിനിറ്റോ നിങ്ങളൊന്ന് എടുത്തിട്ട് ആദ്യത്തെ ടീച്ചർ പറഞ്ഞതിൽ ഇന്ന ടോപ്പിക്, ഇപ്പൊ ഫാർമസി എന്താണ്, ഫാർമസിയിൽ എന്തെങ്കിലും നോട്ട് തന്നപ്പോ ഇന്ന ടോപ്പിക് ടീച്ചർ പറഞ്ഞത് ഐ കനോട്ട് റൈറ്റ് ഔട്ട്, എനിക്ക് പറ്റിയില്ല, ഇത് ഒന്ന് പറയാമോ എന്ന് പറയുമ്പോൾ ആരെങ്കിലും അവിടെ നമുക്കത് ടൈപ്പ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്കത് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ടീച്ചറിന്റെ ഇനി അടുത്തതിനകത്തും ടീച്ചർ പറഞ്ഞപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന്റെയും ഉണ്ടെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം മതിയിട്ടാ, ആവശ്യമുള്ളവർ മാത്രം അവിടെ ഇരിക്കുക. എന്നിട്ട് അത് പറഞ്ഞു കൊടുക്കാനും കൂടി ആരെങ്കിലും ഇരിക്കുക, അത് ഒരു റിക്വസ്റ്റ് ആണ്. ചിലപ്പോൾ അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും, അവരും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു സാക്രിഫൈസ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട എല്ലാ കാര്യത്തിലും. അപ്പൊ നിങ്ങൾ എന്തോ അവിടെ ഇരുന്ന് അവർക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കും അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. കാരണം പറഞ്ഞു കൊടുക്കുമ്പോ വീണ്ടും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ആകും, അങ്ങോട്ടേക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. 100 പ്രാവശ്യം നമ്മൾ ഇതിന് പറയേണ്ടി വരും. അതുകൊണ്ട് അതിനേക്കാൾ ഭേദം അതൊന്ന് ടൈപ്പ് ചെയ്ത്, അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണോ അതൊന്ന് എഴുതാൻ മിസ്സായതോ അല്ലെങ്കിൽ സ്പെല്ലിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നവരോ ഉണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ടൊന്ന് എഴുതിയിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആ സമയം നിങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പൊ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഈ ഇത്ര സമയത്തിന് നിങ്ങൾ അത് ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ സൈലന്റ് ആക്കാനും നിങ്ങൾക്ക് എന്താ പറയാ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇടയിൽ കയറി തരേണ്ടി വരുമ്പോൾ കുറെ സമയം നമ്മുടെ വീണ്ടും ലാഗ് ആവും. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ ഞാൻ വാച്ച് ചെയ്ത ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പൊ എനിക്ക് കിട്ടിയത് അതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം, പ്രാക്ടിക്കലാവും നോക്കാം, നമുക്ക് ചെയ്യാലോ. ഇതിന്റെ ഇടയിൽ വരുമ്പോ അത് വരുന്ന ടീച്ചർക്കും ഇച്ചിരി നേരം അവിടെ നമ്മൾ എന്താ പറയാ കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇപ്പൊ നിർത്തും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിങ്ങനെ നീണ്ടുപോകും, ചിലർക്ക് ആ ക്ലാരിഫിക്കേഷൻ മുഴുവനും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് വരേണ്ട നോട്ട് 1, 2, 3, 35 വരെയുള്ള ചാപ്റ്റർ 1ഉം 2ഉം മൊഡ്യൂളിന്റെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും 1, 2, 10 പേർക്കോ കിട്ടാത്തത് നമ്മുടെ മാത്രം കുഴപ്പം കൊണ്ടായിരിക്കാം. നമ്മൾ ചിലപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ കുഴപ്പമായിരിക്കാം, നമ്മൾക്ക് അത് എടുക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പമായിരിക്കാം, നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കായിരിക്കാം, നമ്മുടെ അക്കൗണ്ടിന്റെ പ്രശ്നമൊക്കെ ആയിരിക്കാം. അത് നമ്മൾ എങ്ങനെയെങ്കിലും ആരോടെങ്കിലും ചോദിച്ചാൽ അറിവുള്ളവരോട്, ഈ ഡിവൈസ് ഒക്കെ നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങി ഹാൻഡിൽ ചെയ്യുന്നവരല്ലല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആരോടെങ്കിലൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒരു നോട്ട് ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പൊ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഓക്കെ, മോർണിംഗിൽ കൊടുക്കുന്ന അതേ മോർണിംഗ് ബാച്ചസിന് കൊടുക്കുന്ന അതേ ക്ലാസ്സസ് ആണ് വൈകുന്നേരത്തെ ഈ ആഫ്റ്റർനൂൺ സെഷനിലുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ചാപ്റ്ററോ വേറെ കാര്യമല്ല പറയുന്നത്. കാലത്ത് എടുക്കുന്ന അതേ ചാപ്റ്റർ അതേ ടീച്ചർ വന്നെടുക്കുമ്പോൾ അത് തന്നെ എടുക്കണേ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ രാവിലെ എടുത്ത ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്യാൻ വന്നേ. പക്ഷെ നിങ്ങൾക്ക് ഒരു ഡേ ഒരു ഇച്ചിരി പുറകോട്ടാണ്. എന്റെ കാര്യത്തിൽ മാത്രമാണ്, വേറെ ആരുടെയും കാര്യമല്ല. കാരണം ഫസ്റ്റ് ഡേ നമ്മൾ ഷെയർ ചെയ്തത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. എന്റെ ക്ലാസ് കഴിഞ്ഞ അപ്പൊ തന്നെ ഇംഗ്ലീഷ് ടീച്ചർ വന്ന് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു. അപ്പൊ ഒരു ഡേ 1 അവർ ബാക്കിലേക്ക് ആയിരിക്കും നമ്മൾ ഉണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ഇവിടെയും ഇന്നും പറയാൻ പോകുന്നുള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഞാൻ എടുക്കുന്ന ഭാഗം അവിടെ എന്താ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോ കാര്യങ്ങൾ, പക്ഷെ കൂടുതൽ ഡൗട്ട്സിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഷെയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവിടുന്ന് അന്ന് കാലത്ത് അവിടെ വേറെ കാര്യം പറഞ്ഞു, ഇവിടെ വേറെ കാര്യമില്ല പറയുന്നത്. ഇതേ കാര്യം തന്നെ വാട്ട് എവർ ഇറ്റ് ഈസ് സെഡ് ഇൻ ദി മോർണിംഗ് വിൽ ബി റിപ്പീറ്റഡ്. അത് തന്നെയായിരിക്കും ഇവിടെയും പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഞാൻ ഏത് ക്ലാസ്സുകാർക്കും ഏത് ബാച്ചിനും ഞാൻ എന്താണ് ഫസ്റ്റ് ക്ലാസ്സിൽ കൊടുത്തത് അതേ ക്ലാസ്സാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ നോട്ട്സ് എന്താണെന്ന്, നോട്ട്സ് നിങ്ങൾക്ക് ആ തന്നെ നോട്ട്സ് ആണ്. ഇംഗ്ലീഷിന് മാത്രമേ സെപ്പറേറ്റ് നോട്ടായിട്ട് അതാത് ടീച്ചേഴ്സിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പോ ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടോ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് സെൻഡ് ചെയ്യാം. ടീച്ചറിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണോ അത് അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കാം, അത് വട്ടവർ മേ ബി അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ്. അത് ഇതിന്റെ ഒപ്പമില്ല, അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഉള്ളതല്ല. കമ്മ്യൂണിറ്റീവ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് സെപ്പറേറ്റ് കിട്ടുന്നതാണ്. നിങ്ങളുടെ കോഴ്സിനകത്തുള്ളത് നമ്മൾ എടുക്കുന്ന ഈ
35 ചാപ്റ്റേഴ്സ് ആണ്. അത് അവിടെ ഉണ്ടോ, കയ്യിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമല്ല, യുവർ ഓൺ, നമ്മുടെ മാത്രം, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് എങ്ങനെ എടുക്കും, മറ്റുള്ളവരോടൊന്ന് ചോദിക്കുക, അതെങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് എനിക്ക് അറിയില്ല, അത് നമ്മുടെ അടുത്തുള്ളവരോട്, ഈ കൊച്ചുങ്ങളോടൊക്കെ ചോദിച്ചാൽ അറിയാം. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് എന്താ പറയാ, ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, തീരെ കുട്ടികളല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതൊക്കെ ടിവിയിൽ ഇത്തരം ഡിവൈസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കുട്ടികളൊക്കെ ഉണ്ട്. ഒരു 5ാം ക്ലാസ് തുടങ്ങിയുള്ള പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അവരത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി തരും, അല്ലെങ്കിൽ അത് എടുത്തു തരും. നമ്മൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അവിടെ കീപ്പ് ചെയ്ത് വെക്കാം. ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. വരുന്നത് വരെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഏത് ടീച്ചറാണ് അടുത്ത അവറിൽ കയറി വരാന്ന്. അത് സ്വാഭാവികം, ശരിയാണ്. അതൊരു കംപ്ലൈന്റ് ആയിട്ടല്ല നമ്മൾ എടുക്കട്ടെ. അതൊന്നും സെറ്റ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. ഒരു ടൈം ടേബിൾ സ്കൂൾ തുറന്ന അപ്പൊ തന്നെ ഒന്നും സ്കൂളുകളിലും ടൈം ടേബിൾ കൊടുക്കുന്നില്ല. ഒരാഴ്ചയൊക്കെ എടുക്കും. അത് അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ടൈം ടേബിൾ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിന് ഒത്തിരി സമയം എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പേഷ്യന്റ് ആയിട്ടൊന്ന് പേഷ്യൻസോടുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുവരെ ഈ വരുന്ന ടീച്ചേഴ്സ് അവരെടുക്കുന്ന ടോപ്പിക്കിന്റെ പേര് പറയാതെ എന്തായാലും ക്ലാസ് തുടങ്ങില്ലല്ലോ. ആ ടോപ്പിക്ക് നമ്മൾ കയ്യിലെടുത്ത് വെക്കാം. നിങ്ങൾ ഒരു സ്ഥലത്ത് പഠിക്കാനിരിക്കുന്നു, 5-6 കിലോമീറ്റർ അകലമുണ്ടല്ലോ നമ്മൾ പഠിക്കാനുള്ള ഉപകരണങ്ങൾ വെക്കുക. നമ്മുടെ അടുത്ത് തന്നെയല്ലേ, നമ്മുടെ നിയറസ്റ്റ് 100 ഡിസ്റ്റൻസിൽ ഇതൊക്കെ വേണ്ടേ. അപ്പൊ അത് അവിടെ ആയിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടീച്ചർ എടുക്കണം, ഇത് ഇന്നതാണ്, അപ്പൊ ഇന്ന ചാപ്റ്റർ അതെടുക്കാം. കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഞാൻ ഇത് ഫോണിൽ നോക്കി നിങ്ങളോട് പഠിക്കാൻ പറയില്ല, കാരണം അത് നമുക്ക് ഒത്തിരി കണ്ണിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ ടീച്ചർമാരുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നോട്ടിലും നിങ്ങൾക്ക് നോക്കി ഈ പറയുന്നതൊക്കെ ടീച്ചർമാരൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്നാവോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാലോ. അതും നോക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അത് പ്രസന്റേഷൻ നമുക്കും നിങ്ങൾക്ക് ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നീട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പ്രിന്റ് ഔട്ട് എടുത്ത് മര്യാദയ്ക്ക് ക്ലിപ്പ് ചെയ്ത് നിങ്ങളൊന്ന് ഇരിക്കാം. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ഡിവലപ്പ് ആയിക്കുക, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. എങ്ങോട്ടാ എന്തായാലും ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ എല്ലാ രീതിയിലും വേണം. ഞങ്ങളും കോപ്പറേറ്റ് ചെയ്യും, നിങ്ങളും അതിനോടൊപ്പം കോപ്പറേറ്റ് ചെയ്യണം. പിന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കുട്ടി പോലും അൺമ്യൂട്ട് ചെയ്യരുത്. ഒരാൾ മാത്രം, ഞാൻ മാത്രമല്ലേ അൺമ്യൂട്ട് ചെയ്തോളൂ, എന്താ കുഴപ്പമുണ്ടാകുക? പറ്റില്ല. കാരണം അതിൻ്റെതായ എന്താ പറയാ ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് വന്നിട്ടും ഉണ്ട്. അതുപോലെയുള്ള കംപ്ലൈന്റുകളും ഇവിടെ പേഴ്സണലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ആരോഗ്യം അൺമ്യൂട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെ കട്ട് ചെയ്ത് മുറിഞ്ഞ് അതായത് പകുതി വാക്കുകൾ ഞാൻ സ്വാളോ ചെയ്യുന്നത് പോലെയാണ് നിങ്ങളിലേക്ക് എത്താന്നാണ് ചിലർ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ പ്രശ്നം കൊണ്ടല്ല. എല്ലാവർക്കും ഒരുപോലെ പ്രശ്നമാണെങ്കിൽ ഇവിടത്തെ ആയിരിക്കാം. എല്ലാവർക്കും ഒരുപോലെയാണ്. ടീച്ചർ പറയുന്നത് മൊത്തം ബ്രേക്ക് ചെയ്താന്ന് എല്ലാവരും ഒരേപോലെ ഹാൻഡ് റേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, അത് ഇവിടുത്തെ ഞങ്ങളുടെ പ്രശ്നമായിരിക്കാം. അല്ല, ഇല്ല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ലിയർ ആണ് എന്ന് 1-2 പേര് പറഞ്ഞാലും മതി. ദാറ്റ് മീൻസ് ബാക്കിയുള്ളവരുടെ പ്രശ്നമാണ്. അപ്പൊ മറ്റുള്ളവരുടെ നെറ്റിന്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാം. നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മളുടെ തന്നെ ഫിംഗർ ടിപ്പ് കൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്ത് ഇരിക്കുക. അതർവൈസ് അത് നിങ്ങൾക്ക് എത്താനും ക്ലാസ്സുകൾ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെയും ഒക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വിട്ടു പോകും. അപ്പൊ എന്ത് വെച്ചും നമ്മൾ ലീവ് ചെയ്ത് പുറത്തേക്ക് പോകണം, അങ്ങനെ വേണ്ടി വരും. അതായത് ഒരാൾക്ക് മാത്രമാണ് അങ്ങനത്തെ പ്രശ്നം ഉള്ളുവെങ്കിൽ അവരെന്ത് ചെയ്യുക, ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് എക്സിറ്റ് ചെയ്യുക, പെട്ടെന്ന് വീണ്ടും ഒന്ന് റീജോയിൻ ചെയ്യുക. അപ്പൊ ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്റെ ക്ലാസ്സിന്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെയും ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് തന്നെ ഇരിക്കാം. ഓക്കെ, അല്ലാതെ നമുക്ക് ഈ ക്ലാസ്സുകൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ രാവിലെ കൊടുക്കുന്ന അതേ ക്ലാസ്സുകളാണ്. അത് ആരോ ഒരാളിങ്ങനെ ചോദിച്ചു ഏത് ക്ലാസ്സുകാരാണെന്ന് എനിക്കല്ല, ഞാൻ ജസ്റ്റ് ഇപ്പൊ അത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് മാത്രമാണ്. അപ്പൊ നമ്മൾ രാവിലെ അല്ലെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിൽ മോർണിംഗ് സെഷൻസിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ തന്നെയാണ് ആഫ്റ്റർനൂണിലും കൊടുക്കുന്നത്. അത്രയും തന്നെ എനർജിയിലും അത്രയും തന്നെ കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെയും പറയുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് കൂടുതൽ പറയും, ഓക്കെ, എന്നാലും നിങ്ങളുടെ ടോപ്പിക്കിലുള്ള കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. ടോപ്പിക്കിനകത്തിൽ നിന്നും വിസ്തൃതമായിട്ട് എന്തെങ്കിലും പറയാൻ എവിടെയും ഉദ്ദേശിക്കുന്നത് അതെല്ലാം എല്ലായിടത്തും പറഞ്ഞിരിക്കും. അതിനപ്പുറം നമുക്ക് വേറെ ഒന്നുമില്ല. ഓക്കെ, അല്ലാതെ ഒന്നും നിങ്ങൾക്ക് മിസ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇവിടെ ഈ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിലുള്ള കാര്യം ടീച്ചർ പറയുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇല്ല ടോപ്പിക് അയ്യോ ടീച്ചർ പറഞ്ഞില്ലല്ലോ, അത് സ്കിപ്പ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയല്ലോ, അങ്ങനെ നോക്കിക്കോ നിങ്ങൾ. അല്ലാതെ കണ്ടെങ്കിൽ എല്ലാം ഒരുപോലെയാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ,
അപ്പൊ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യമൊക്കെ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഒരു കാര്യം കൂടി, ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും എന്റെ സൗണ്ടിൽ ബ്രേക്ക് വന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഇല്ല വന്നിട്ടില്ല. ഇല്ല മാം, വന്നിട്ടില്ല. എല്ലാം കേട്ടു. മ്യൂട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് ഇത്രയും നേരം ഞാൻ പറഞ്ഞതില് എല്ലാവരും ക്ലിയർ ആയിട്ട് ഒരാൾ പോലും അൺമ്യൂട്ട് ചെയ്യാതെ എല്ലാവരും മ്യൂട്ട് ചെയ്തിരുന്നാ കേട്ടേന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം എന്റെ സൗണ്ട് ബ്രേക്ക് ചെയ്തില്ല എന്ന് എല്ലാവരും ഒറ്റ സ്വരത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമുള്ളൂ. അതർവൈസ് ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയെന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റർബൻസ് വരാനായിട്ട് ഉള്ള സാധ്യതയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവറിത്തിങ് വിൽ ബി ഓക്കെ. പിന്നെ ഒരാൾക്ക് മാത്രമുള്ള ഇഷ്യൂ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ജസ്റ്റ് ലീവ് ചെയ്യുക, എന്നിട്ടൊന്ന് റീജോയിൻ ചെയ്യുക. അല്ലാതെ നമ്മളവിടെ കിടന്ന് അയ്യോ എനിക്ക് കേൾക്കാൻ പറ്റില്ല മിസ്സേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ട്. ആരും തന്നെ ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല. ഇഷ്യൂ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് വേഗം ഒന്ന് ടൈപ്പ് ചെയ്യുക, നോട്ട് ക്ലിയർ മാം, അല്ലെങ്കിൽ സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതർവൈസ് എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. നിങ്ങളിലേക്ക് എല്ലാം ക്ലിയർ ആയിട്ട് ഒരു വാക്ക് പോലും വിട്ടുപോകാതെ ഒരു അക്ഷരം പോലും മിസ്സാകാതെ എത്തണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, ഓ അപ്പൊ പ്രശ്നമുണ്ട് എന്ന്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യും ആരാണ് അൺമ്യൂട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തോളാം, റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുത്തോളാം. എന്താന്ന് വെച്ചാൽ അതിനുള്ള ഫോൺ വഴി എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നമ്മളൊക്കെ കുറച്ചൊക്കെ നമ്മളുടെയും കൂടി കൺട്രോളിലാണ്. എല്ലാവരും ഒന്ന് കൺട്രോൾ ചെയ്തൊക്കെ നിൽക്കുക. അപ്പൊ ഇതുപോലെ എന്താ പറയാ, ക്ലാസ് ഒരു ടീച്ചർ മാറി അടുത്ത ക്ലാസ്സിലേക്ക് ടീച്ചർ വരുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുമ്പോൾ അടുത്ത ടീച്ചറൊക്കെ ഒന്ന് വരാൻ സമയമായി, അല്ലെങ്കിൽ ടീച്ചർ വന്നിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ. ചിലപ്പോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ കാണുന്നുണ്ടായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ടീച്ചർ അവിടെ വന്നിട്ടുണ്ട്, അടുത്ത ടീച്ചർ വന്നിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാതെ ടീച്ചർ വന്നു മാഡം വന്നു ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ എല്ലാവരും ഒന്ന് അറ്റൻഷൻ ആയിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളും. അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്തോളും, അല്ലെങ്കിൽ നമ്മുടെ സംസാരമൊക്കെ ഇങ്ങനെ നീണ്ടു പോകും. ഈ കോഴ്സിന്റെ സ്കോപ്പുകളൊന്ന് പറഞ്ഞുതരുമോ? ഏതൊക്കെ മേഖലകളിലാണ് ഞങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളതിന്റെ? ഷമീമ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നോ? ഇടയ്ക്ക് സ്കിപ്പായി പോയ മാം. അതെന്ത് സ്കിപ്പ് ചെയ്ത് കണ്ടത് കൊണ്ടാണോ? അല്ല, ഒരു അർജന്റ് കേസ് വന്നു. അപ്പൊ ഒന്നുകൂടി വാച്ച് ചെയ്യായിരുന്നില്ലേ ആ റെക്കോർഡഡ് ക്ലാസ്? അതിന്റെ റെക്കോർഡ് ഇല്ലേ കയ്യില്? ഇൻട്രൊഡക്ഷന്റെ റെക്കോർഡ് ഉണ്ട് മാം, ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? കാരണം അത് ഇപ്പം മരിപ്പ് കാരണമായത് കാരണം. എന്ത് കാരണം? മരണ വീട്ടിലായിരുന്നു. ഓക്കെ, ഇതിന്റെ ഏതൊക്കെ എന്താ പറയാ സെക്ടേഴ്സിൽ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണോ സംശയം? യെസ് മാം. മാത്രമാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നീങ്ങില്ലല്ലോ. ഓക്കെ, അത് മാത്രം. ഓക്കെ, ഒന്നുകൂടി ഒന്ന് സമയം കിട്ടുമ്പോൾ അതൊന്നും കൂടി വാച്ച് ചെയ്യാം കേട്ടാ ഷമീമ. ഓക്കെ മാം. ഓക്കെ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് നമ്മളുടെ ക്ലിനിക്സ് ഒക്കെ ഇല്ലേ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് നമ്മുടെ മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് വേണ്ട മേഖലകളാണ്. വലിയ വലിയ ക്ലിനിക്കുകളൊക്കെ ഉണ്ട്, ഒത്തിരി. അത്തരം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസില്, മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസില്, ഇന്റർനാഷണൽ ഹെൽത്ത് ഓർഗനൈസേഷൻസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സില്, പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ്, ഇൻസൈഡ് ദ കൺട്രി ഔട്ട്സൈഡ് ദ കൺട്രിയിലൊക്കെ ഒരുപാട് നഴ്സിംഗ് ഹോമുകളൊക്കെ ഉണ്ട്. അതായത് ഒത്തിരി പ്രായം ചെന്നവർക്ക് വേണ്ടി മാത്രമുള്ളത്, ഓൾഡ് ഏജ്, പിന്നെ എന്താ പറയാ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഒരു വലിയ ഒരു ഓർഗനൈസേഷൻ പോലെയൊക്കെ ഇന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അത്തരം നഴ്സിംഗ് ഹോംസിലൊക്കെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസില്, പിന്നെന്താ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസില്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം എന്താ പറയാ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മേഖലകളാണ് നമുക്ക് ചൂസ് ചെയ്യാവുന്നത്. നമുക്ക് എവിടെയാണ് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ, ചില ആളുകൾക്ക് നൈറ്റ് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം മേഖലകളെ നിങ്ങൾ സമീപിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കഴിവ് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം, താങ്ക് യു. യെസ്, താങ്ക് യു. ഓക്കെ, സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ. നമ്മളുടെ ചാപ്റ്റർ, നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനില്? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ,
അപ്പൊ ഇല്ലേ നമ്മൾ എന്ത് പറഞ്ഞാലും മറുപടി തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്ന് അങ്ങോട്ട് മ്യൂട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ തന്നെ മറന്നു പോകരുത്. ചില ആൾക്കാർ മറന്നു പോകുന്നത് കൊണ്ടാണ്, മനഃപൂർവ്വം അല്ലാതെ എനിക്കറിയാം. പക്ഷെ ഇതൊന്നും മറന്നു പോകാതെ അപ്പൊ തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം അപ്പോഴാണ് ഡിസ്റ്റർബൻസ് വരാം. നമ്മൾ മറന്നിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും. ഇവിടെ കിടന്നിട്ട് വിളിച്ചു പോകും, ഇന്നാളുടെ പേര് വിളിച്ചിട്ട് മ്യൂട്ട് ചെയ്യൂ പ്ലീസ് മ്യൂട്ട് എന്ന് പറഞ്ഞ് ഞാനും പറയും. പിന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുട്ടികളൊക്കെ കൂടി ഇരുന്നിട്ട് ടൈപ്പ് ചെയ്തൊക്കെ കാണിക്കും. ആര് കേൾക്കാൻ, ആര് കാണാൻ? ആളുടെ പരിസരത്തുണ്ടെങ്കിലല്ലേ അത് കാണുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാനാണ്. അപ്പൊ തന്നെ എന്തെങ്കിലും നമുക്ക് ചോദിക്കാനുള്ള ചോദിച്ചോ. നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഓൾ മ്യൂട്ട് കൊടുക്കാതെ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൂടെ ഓപ്ഷൻ ഉണ്ട്, പരിഹാരമുണ്ട്. ആളുകൾക്ക് മര്യാദക്കുള്ള ക്ലാസ് കിട്ടിയില്ലെങ്കിൽ ഓരോരുത്തരും കംപ്ലൈന്റ് ചെയ്യും ഇല്ലേ. ഇപ്പൊ ഞാൻ ഒരു ക്ലാസ്സിന് വേണ്ടി അപ്പിയർ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ക്ലാസ് മനസ്സിലാകുന്നില്ല, ഇവിടെ എല്ലാം കൂടി കണ്ട് അതും ഇതൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കംപ്ലൈന്റ് ചെയ്യും. എന്റെ ആവശ്യമാണ് എനിക്ക് നല്ല രീതിയിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് കിട്ടണം അല്ലെ. ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനൊരു റിട്ടേൺ എനിക്ക് കിട്ടണം. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും, മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ ആവശ്യമാണ് അവർക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ അവരിലേക്ക് കൃത്യമായിട്ട് എത്തുക എന്നുള്ളത്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ഒരു എന്താ പറയാ തടസ്സം, ഒരു കാരണമാകാതിരിക്കാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ട്രൈ ചെയ്യുക, ഞാൻ നമ്മളുടെ രീതിയിൽ ട്രൈ ചെയ്യും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്. പേര് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നമ്പർ ഒന്നും ഇവിടെ വലിയ വിഷയമുള്ള 35 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലുണ്ട്. ഒരു ഒന്നാമത്തെ മൊഡ്യൂൾ, രണ്ടാമത്തെ മൊഡ്യൂളിന് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോണേ. സോ ബിഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ, ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ മാനേജ് ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിന് മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഒരു ഹോസ്പിറ്റലില്, ഒത്തിരി കാര്യങ്ങളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഉള്ള, അപ്പൊ ഇതിനെല്ലാം കൂടിയും നമുക്ക് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഡയറക്ട് ചെയ്ത് അതിന്റെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്തൊക്കെ നമുക്ക് പോകുക എന്നുള്ളത് എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ബിഫോർ ഗോയിങ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പൊ ഇത്രയും വലിയ ഒരു ഓർഗനൈസേഷൻ, അത്രയും വലിയൊരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പേ നമ്മൾ അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അറിയണ്ടേ, ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് അറിയണ്ടേ. സി എവറിബഡി, നമ്മൾ മിക്കവാറും മെജോറിറ്റി അല്ലെങ്കിൽ ഓൾ ദ പീപ്പിൾ എല്ലാവരും തന്നെ, ആരും തന്നെ ഉണ്ടാകില്ല. ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും തന്നെ അല്ലെ. ഹോസ്പിറ്റൽസിൽ പോകാൻ നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ കമ്പൽഡ് ടു ഗോ. ചില സമയത്ത് നമ്മൾ അവിടേക്ക് പോകാൻ ഫോഴ്സ് ചെയ്യപ്പെടുന്നു. എന്ന് വെച്ചാൽ രോഗം എന്നാ പോകാൻ നിവൃത്തിയുണ്ടോ? ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽസിൽ നമ്മൾ പോയിട്ടുള്ളവരായിരിക്കും. എല്ലാവർക്കും ഒരു ഹോസ്പിറ്റലിന്റെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഞാൻ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരു എന്താ പറയാ അർത്ഥവത്തായ ക്വസ്റ്റ്യൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, നമ്മൾ എല്ലാവരും പോയിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മളുടെ തന്നെ ആവശ്യത്തിനായിരിക്കാം, അസുഖം വന്നിട്ടായിരിക്കാം, പാരന്റ്സിന്റെ കൂടെ ആയിരിക്കാം, നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയതായിരിക്കാം, നമ്മുടെ ലൈഫ് പാർട്ട്ണറെ കൊണ്ടുപോയതായിരിക്കാം, നമ്മുടെ തൊട്ടടുത്തുള്ള ചിലപ്പോൾ അയൽപക്കത്തിലുള്ള ആർക്കെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു അവരെ കൊണ്ട് പോയതായിരിക്കാം. എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെ ഹോസ്പിറ്റൽസിൽ വിസിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം. ഹോസ്പിറ്റൽസിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്തൊക്കെ കാണും? ഒരു വലിയ ഗേറ്റ് കാണും, അതിനകത്തോട്ട് കയറും. ചിലപ്പോൾ ഫ്രണ്ടിൽ തന്നെ എന്തുണ്ടാകും? കാഷ്വാലിറ്റി, എമർജൻസി എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. അത്യാഹിതം എന്നൊക്കെ വാക്കൊക്കെ വലിയ അക്ഷരത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ആരാണ്? പിന്നെ നമ്മൾ അതിനകത്തോട്ട് വീണ്ടും കയറുമ്പോൾ ഫാർമസി, മരുന്നൊക്കെ കൊടുക്കുന്ന സ്ഥലം ഉണ്ടായിരിക്കും. പിന്നെയും അകത്തേക്ക് കുറെ കയറി പോകുമ്പോൾ മെനി നെയിം ബോർഡ്സ് റിട്ടൺ ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി റൂം അല്ലെ. മുറികളുടെ പുറത്തായിട്ട് ഇങ്ങനെ പേരൊക്കെ എഴുതി ടീച്ചർ നെയിം ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഡോക്ടേഴ്സിന്റെ പേര് എഴുതി അവരുടെ വിത്ത് അവർ ക്വാളിഫിക്കേഷൻസ്, അവരുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉൾപ്പെടെ അവർ ഏത് വിഭാഗം കൈകാര്യം ചെയ്യുന്നു, കാർഡിയോളജി ആണോ, ഒഫ്താൽമോളജി ആണോ, ഗൈനക്കോളജി ആണോ, ആ ഡിപ്പാർട്ട്മെന്റ് അവർ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അടക്കം എഴുതിയ നെയിം ബോർഡുകൾ നമുക്ക് കാണാം. അങ്ങനെ റൂംസ് കാണാം, ചിലപ്പോൾ പ്രൊസീജിയർ റൂംസ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അങ്ങനെ കാണാം.
പിന്നെന്താ ലാബ് കാണാം, ലേബർ റൂം, അങ്ങനെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് ഇന്നതൊക്കെയെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ കണ്ണുകളിൽ പെട്ടിട്ടുണ്ടായിരിക്കും. മോറോവർ ദാറ്റ് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകൾ ഒഴികെ there are many other departments which you do not have been seen. ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കണ്ണിൽ പെടാത്ത ചില ഡിപ്പാർട്ട്മെന്റുകളും ഈ ഹോസ്പിറ്റൽസിനകത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് അറിഞ്ഞതും അറിയില്ലാത്തതും നമ്മൾ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ നമുക്ക് ഇവിടെ ഇപ്പൊ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് പരിചയപ്പെടാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആദ്യത്തെ പേജിൽ നമുക്ക് ഒരു ടേബിൾ പ്രസന്റേഷൻ ആണ് തന്നിരിക്കുന്നത്. പെട്ടെന്ന് അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള റെപ്രസെന്റേഷൻസ് ഒക്കെ ഈ പല രീതിയിലും നമുക്ക് ഒരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്യാം. ചിലർ ഇങ്ങനെ കുറെ ഇങ്ങനെ വലിച്ചു നീട്ടി പാരഗ്രാഫ് പോലെയൊക്കെ ഇങ്ങനെ എഴുതി വെക്കും അല്ലെ. ചിലര് പെട്ടെന്ന് ക്ലിക്ക് ആകാൻ വേണ്ടി ടേബിൾ രൂപത്തിൽ ഉണ്ടാക്കി വെക്കും. ചിലര് ഗ്രാഫ് മോഡലിൽ വെക്കും. ചില കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് നമുക്ക് പല രീതിയിലും റെപ്രസെന്റ് ചെയ്യാലോ. ഇത് അറ്റ് എ ഗ്ലാൻസ് യു കൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒറ്റ പേജിൽ ഇങ്ങനെ ഒരു ടേബിൾ രൂപത്തിൽ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. വലിയ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള രീതിയിലൊന്നും എഴുതിയിട്ടില്ല, ചുരുങ്ങിയത്. ഇതൊക്കെ ഏത് നമുക്കിപ്പോ കുറച്ചൊക്കെ ഒരു +2 ലെവലാണ് നമ്മുടെ ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ആഫ്റ്റർ ദ +2 നമുക്ക് ആ വായിക്കുന്നവർക്ക് മനസ്സിലാവും ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് 1, 2, 3 എന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി അതിനകത്ത് വീണ്ടും ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിൽ ഇത് വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റിൽ ഇത് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടേബിൾ റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുന്നത്. സോ അപ്പൊ നമുക്ക് ഇറ്റ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ ലെറ്റ്സ് സീ എന്താണ് നമുക്ക് ഈ ടേബിൾ റെപ്രസെന്റേഷൻ നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തൊന്ന് പഠിച്ചു നോക്കാം. എന്താണ് ഇത് ഓരോന്നും എന്ന് നോക്കാം. സോ അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്കും പല സർവീസസും അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് മെയിൻലി ഇൻ ടു 3. ഒരു ഹോസ്പിറ്റലിൽ അവർ നൽകുന്ന പ്രധാനപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള സേവനങ്ങൾ, ഒത്തിരി സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ കൊടുക്കുന്ന സേവനങ്ങളുടെ വിഭാഗം അനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് സർവീസ് ആണ് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. എത്രയാണ് തരംതിരിച്ചിരിക്കുന്നത്? 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സെക്കൻഡ് വൺ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ തേർഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു കമ്പിട്ടേക്കുക. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. നിങ്ങളുടെ റിയാക്ഷൻസ് തമ്പായിട്ടോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഒന്ന് ഒരു മെസ്സേജ് ആയിട്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഉറങ്ങട്ടോ എന്ന് എങ്ങനെ അറിയും? അതുകൊണ്ടാണ് റിയാക്ഷൻസ് നമ്മൾ സ്വീകരിക്കുന്നതാണ്. സൗണ്ട് ഇല്ലാത്ത റിയാക്ഷൻസ് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, സൗണ്ട് ഉള്ള റിയാക്ഷൻസ് തരും, അതിനുള്ള സമയം തരാം കേട്ടാ. ഉണ്ടാകുന്നത് കേൾക്കാൻ ഞങ്ങൾ റേഡിയോ പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കുമായിരിക്കും. അത് വേണ്ട, അതിനുള്ള സമയം തരാം. ഇതിന്റെ പ്രശ്നം എന്താ? നമ്മൾ 1-2 പേരൊന്നും അല്ലല്ല ഈ ക്ലാസ്സിൽ കയറിയേക്കണേ. കുറച്ചു പേരുള്ളെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ ഇരിക്കായിരുന്നു. പക്ഷെ ഇത് ഒരുപാട് പേരുള്ളത് കൊണ്ടാണ്. ഐ തിങ്ക് ഇപ്പൊ 130 സ്റ്റുഡൻസ് ഹാവ് ജോയിൻ ദ ക്ലാസ്. 130ഓളം പേരുണ്ട്. 130-ൽ 2 ഞാനാണ്, ബാക്കിയുള്ളവർ 128 നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം. അപ്പൊ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ broadly classified into 3. 3 ആയിട്ടാണ് ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. അതില് ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സെക്കൻഡ് വൺ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ തേർഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. 3 ആയിട്ടാണ്. അതിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. Then again, ഇനി ആ സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിന്റെ ബേസിസിലാണല്ലോ ഈ 3 ക്ലാസിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. ആൻഡ് അഗെയിൻ ദീസ് 3 ക്ലാസിഫിക്കേഷൻസ് ഇതിൽ തന്നെ വീണ്ടും ദേ ആർ സബ്ഡിവൈഡഡ്. അതിനെയൊക്കെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബായിട്ട് വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു OPD ആൻഡ് IPD. OPD എന്നും IPD എന്നും. വാട്ട് ഈസ് OPD?
outpatient departments. Outpatient department, OPD. OPD stands for outpatient department, and IPD, inpatient departments. That means the type of treatment which is provided to the patients. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള സേവനമാണ്, ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പരിചരണം കൊടുക്കുന്നു. കിടത്തി ചികിത്സിക്കണമോ, അല്ല ഇവിടെ വന്ന് ഇന്ന് വന്ന് ഡോക്ടറെ കണ്ടു, ഇന്ന് തന്നെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബൗണ്ടറി വിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ അത് OP വിഭാഗം, ഔട്ട് പേഷ്യന്റ്, കിടക്കുന്നില്ല, അഡ്മിഷൻ എടുക്കുന്നില്ല. അതായത് അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നവരെല്ലാം നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമുക്ക് അന്ന് രാത്രി ആയി സഞ്ചരിക്കാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മൾ എവിടെയെങ്കിലും മുറിയെടുത്ത് എനിക്ക് ഇവിടെ രാത്രി തങ്ങണം എന്ന് പറയുന്ന പോലെയല്ല. ഇത് നമ്മൾ രോഗം വന്നിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് അല്ലെ, അത് വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ പോവുക. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ രോഗമൊക്കെ നോക്കി പരിശോധിച്ച്, അപ്പൊ OP-യിലായിരിക്കും ഫസ്റ്റ് വീൽ അപ്പ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് OP-യിലാണ്. OP-യിൽ മാത്രമുള്ളവരെ ഇൻപേഷ്യന്റ് ആക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാഷ്വാലിറ്റി, അത്യാഹിത വിഭാഗത്തില് പെട്ടെന്ന് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ റിക്കവർ ചെയ്യുന്ന പേഷ്യൻസിനെ അവരെ റിക്കവറിക്ക് വേണ്ടിയിട്ട് അവരെ പെട്ടെന്നുള്ള ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം അവരെ വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം. റെസ്പെക്റ്റീവ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് സജസ്റ്റ് ചെയ്യണം, അത് രീതിയിൽ അവരെ കൊടുത്തിട്ട് ഇൻപേഷ്യന്റ് ആക്കണോ വേണമെന്നൊക്കെ നിശ്ചയിച്ചിട്ട് വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യും. അപ്പൊ അവിടെ മാത്രം വരുന്നവരല്ല, ഓർത്തേക്കുക. ഔട്ട് പേഷ്യന്റ് ആണ് ഫസ്റ്റ് വി വിൽ ഗോ. ആദ്യം നമ്മൾ പോകുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ, OP-യില്. OP ടിക്കറ്റ് എടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് OP-യിൽ പോയിട്ട് OP ഇത്ര സമയമൊക്കെ പ്രവർത്തിക്കുള്ളൂ, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനിപ്പോ ഒന്ന് ഇൻഫോം ചെയ്യാണ് നിങ്ങളെ. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ ടൈപ്പ് അത് OP വിഭാഗമാണോ IP വിഭാഗമാണോ, ആ രണ്ട് രീതിയിലായിരിക്കും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കിടക്കുകയാണെങ്കിൽ, അതായത് ചെല്ലുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, OP ടിക്കറ്റ് ഒക്കെ എടുത്ത് വി ആർ ഗോയിങ് ഫോർ വെയിറ്റിംഗ് ഫോർ ദ ഡോക്ടർ, ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവരുടെ റൂമിന്റെ പുറത്ത്. ആഫ്റ്റർ അവർ ടേൺ കംസ്, നമ്മളുടെ ടേൺ വരുമ്പോൾ വിൽ ഗോ ഇൻസൈഡ് ആൻഡ് കൺസൾട്ട് ദ ഡോക്ടർ. അകത്തേക്ക് പോകുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടർ നമുക്ക് എന്തൊക്കെ കുറെ അഡ്വൈസ് ഒക്കെ തരും, നമ്മളിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. കുറെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. നമ്മൾ അതൊക്കെ അവരോട് ഡിസ്ക്ലോസ് ചെയ്യും അല്ലെ. നുണയൊന്നും പറയാൻ പാടില്ല, ഡോക്ടറോട് നുണ പറയാൻ പാടില്ലല്ലോ അല്ലെ. അപ്പൊ നുണയൊന്നും പറയാൻ പാടില്ല, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കും. അവരതൊക്കെ നേരം ശ്രദ്ധിച്ചൊക്കെ ഇരുന്നിട്ട് ഒരു ചില മെഡിസിൻസ് ഒക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അലോങ് വിത്ത് ചിലപ്പോൾ നമ്മളോട് ചില ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യാൻ പറയും. അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങളൊക്കെ തരും. ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് നമ്മുടെ രോഗം ഭേദമാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ആ OP-യിൽ ചെന്നിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കിട്ടുക. അപ്പൊ OP-യിൽ ചെന്ന് ഇഫ് അവർ ഡിസീസ് ഇസ് സോ സീരിയസ്, എന്തെങ്കിലും ചില സീരിയസ് ആയിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഡോക്ടർക്ക് ദേ കനോട്ട് ഐഡന്റിഫൈ വാട്ട് ഈസ് ദ പ്രോബ്ലം, അതായത് പേഷ്യന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസിൽ ഡോക്ടർ മേ സജസ്റ്റ് ടു അഡ്മിറ്റ് ദ പേഷ്യന്റ്. അത്തരം പേഷ്യൻസിനെ ചിലപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, അഡ്മിറ്റ് ചെയ്യാൻ പറയും. എന്തിന്? ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് ആകാം, ഫോർ ഫർദർ ചെക്കപ്പ് ആകാം. എന്തെങ്കിലും വേറെ ചെക്കപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഒന്നും കൂടി നിരീക്ഷിക്കാനുണ്ട്, ഒന്ന് ഇന്നത്തേക്കൊന്ന് അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്തേക്ക്, അങ്ങനെയൊക്കെ വരുമ്പോ, അതായത് ഫോർ മോർ ദാൻ 24 hours നമ്മളെ അവിടെ കിടത്തി ചിലപ്പോൾ ഒബ്സർവേഷനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചില പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കട്ടിയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് സംശയമായിരിക്കും, എന്താ പറ്റിയേ, എവിടെയാ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ കടിച്ചേ എന്നൊക്കെ. നമുക്ക് എന്തെങ്കിലും പിടിച്ച് കടിച്ചൊക്കെ ചിലപ്പോൾ നമ്മൾ തൊടി കൂടിയൊക്കെ നടക്കുന്ന സമയത്തെ, ഇപ്പൊ മഴക്കാലൊക്കെ ആണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല, ചെറുതിട്ടത്തൊക്കെ നടന്നു എന്തോ പിടിച്ച് കുത്തിയോ കടിച്ചോ നമുക്ക് അറിയില്ല. നമ്മൾ ഭയങ്കര പാനിക് ആകും, എന്ത് സാധനമാണോ കടിച്ചത്. അപ്പൊ നമ്മള് എന്ത് സാധനം അറിയില്ല എന്നൊക്കെ നമ്മൾ പോയി. അപ്പൊ ചിലപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് സാധനമാണ് നടത്തുന്നത് നോക്കിയപ്പോ കണ്ടില്ല എങ്കിൽ നമ്മളിങ്ങനെ കുറെ കാര്യമൊക്കെ പറയും. അപ്പൊ ചിലപ്പോ ഒന്ന് ഒബ്സർവ് ചെയ്യട്ടെ എന്നൊക്കെ പറയാം. ചിലപ്പോൾ 24 hours കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ എന്താന്ന് നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കിടത്താം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റിനൊക്കെ നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറയും. അഡ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ദ പേഷ്യന്റ് ബിക്കംസ് ഇൻപേഷ്യന്റ്. അപ്പോഴാണ് പേഷ്യന്റ് എന്താകുക, ഇൻപേഷ്യന്റ്. അപ്പൊ എങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് OP ആണോ ഔട്ട് പേഷ്യന്റ്? ഇന്ന് വന്നിട്ട് കണ്ടൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഇന്ന് അവസാനിക്കുന്നതിന് മുമ്പ് പുറത്തുപോയി, അപ്പൊ ഔട്ട് പേഷ്യന്റ്. അല്ല, അവിടെ കൊണ്ടുവന്നു കൺസൾട്ട് ചെയ്തു, പക്ഷെ അവിടെ കിടത്താൻ പറഞ്ഞു, അത് ഇൻപേഷ്യന്റ്. അപ്പൊ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ ബേസിസിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2. മനസ്സിലായി കാണും, OPD ആൻഡ് IPD. OPD outpatient department, IPD inpatient department. Can you follow me? Yes, teacher. Yes, ma'am. Yes, ma'am. Okay.
ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷനെ പറഞ്ഞുള്ളൂ, അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ 2 കുഞ്ഞു ക്ലാസിഫിക്കേഷനെ നമ്മൾ പറഞ്ഞുള്ളൂ. ഓക്കെ, റൈറ്റ്. ദെൻ നെക്സ്റ്റ്, ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, വിച്ച് ഇസ് പ്രൊവൈഡഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, OP ആണോ IP ആണോ, ആ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്നത്. ബട്ട് നോട്ട് ഓൺലി ദിസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫംഗ്ഷനിങ് ഇൻ എ ഹോസ്പിറ്റൽ. ഫോർ ദ ഗ്രേറ്റ് സക്സസ്, for the smooth functioning of the hospitals, there are some departments which supports our medical departments. എന്നാൽ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അതിന്റെ മാത്രം പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷനും അതിന്റെ വിജയം കൈവരിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. എന്ന് വെച്ചാൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന OPDയും IPDയും മാത്രം പ്രവർത്തിപ്പിച്ച് ഇത് മാത്രം കൊണ്ടു നടന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു സക്സസിലേക്ക് ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷനും എത്താൻ പറ്റില്ല. That means there should be some other departments which needs അല്ലെങ്കിൽ which provides support. ഈ പറയുന്ന നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OPDനെയും IPDനെയും സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായം കൂടിയേ തീരൂ. All these departments which supports the medical departments are collectively known as supporting departments. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കാനായിട്ട് മറ്റു കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അവരൊക്കെ എല്ലാം കൂടി ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടി കളക്റ്റീവായിട്ട് കൂട്ടത്തോടെ നമുക്ക് ഈ പേരിട്ട് വിളിക്കാം. എന്ത് പേരിട്ട് വിളിക്കാം? സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്. സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ. ഇപ്പൊ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റൂലേ, അല്ലെ? നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം, അച്ഛനമ്മമാരുണ്ടായിരിക്കാം, കുട്ടികളുണ്ടാകും. നമ്മളെ പല രീതിയിലും പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, പല രീതിയിലും നമുക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ കൃത്യമായ രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരുപാട് കാര്യങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ വരുന്ന പേഷ്യന്റ് OP പോയി ടിക്കറ്റ് എടുത്തു, ഡോക്ടറെ കണ്ടു, തിരിച്ചു വീട്ടിൽ പോയി, ഓക്കെ, കഴിഞ്ഞു. IP ഇൻപേഷ്യന്റ് ആകുന്ന പേഷ്യൻസിനെ ഡോക്ടർ പരിശോധിച്ചു, അവരുടെ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പോയി അഡ്മിറ്റ് ചെയ്തോ, അതെ, റൂമൊക്കെ കൊടുത്ത്, ഓക്കെ, അത്രയും കഴിഞ്ഞോ? ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ കഴിഞ്ഞോ? ഇല്ല, അതൊന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ട് നടന്നാൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ അതിന്റെ സക്സസിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്. ആൻഡ് ദിസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു 4. 4 അവർ പ്രൊവൈഡ് ചെയ്യുന്ന, വീണ്ടും പറയട്ടെ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, സേവനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ പറഞ്ഞ 4 ക്ലാസിഫിക്കേഷൻസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് വന്നിരിക്കുന്നത്. എന്താണ് അവർ കൊടുക്കുന്ന സേവനം? ആ സേവനത്തിന്റെ ബേസിസിൽ ഞാൻ എന്ത് രീതിയിലുള്ള സേവനം കൊടുക്കുന്നു അതിന്റെ ബേസിസിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്യും, അല്ലെ? അതുപോലെ അപ്പൊ നമുക്ക് ഓരോ സെക്ഷനിലും ഓരോ ജോലി സ്ഥാപനത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓരോരുത്തരും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അവരുടെ വർക്ക് എന്താണോ അതനുസരിച്ചുള്ള ആളുകളെ ക്ലാസിഫൈ ചെയ്യും. ഒരു ഗ്രൂപ്പ് അത്, മറ്റൊരു ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് പോലെ ഇവിടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 4 ക്ലാസിഫിക്കേഷൻസ് വൈ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ക്ലാസിഫിക്കേഷൻ സപ്പോർട്ടീവിൽ വന്നേക്കണം? എല്ലാത്തിനും കൂടി കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു കെട്ടിൽ പറഞ്ഞാൽ പോരെ എന്ന് നമ്മൾ ചോദിക്കും. അല്ല, ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സർവീസസ്. ഈ ഓരോ ക്ലാസിഫിക്കേഷൻസിലും 4 ക്ലാസിഫൈ ചെയ്തപ്പോ ഇതിൽ ഓരോന്നിലും അവർ കൊടുക്കുന്ന സേവനങ്ങളുടെ ആ ഒരു രീതി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ 4 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. And that 4 classifications are therapeutic departments, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്നിങ്ങനെ 4 രീതിയിലാണ്. ഒന്നുകൂടി പറയാം, തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇതൊക്കെയാണ് 4 ക്ലാസിഫിക്കേഷൻസ് ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ഓൺ ദി സർവീസസ് പ്രൊവൈഡഡ്. അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ 4 ക്ലാസിഫിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്, അങ്ങനെയാണ് 4 ക്ലാസിഫിക്കേഷൻസ്. ഇനി നമുക്ക് നോക്കാം ഈ ഓരോന്നിന്റെയും കീഴിൽ വന്നത് എന്താണ്, മാത്രമല്ല എന്തുകൊണ്ടാണ് അത് തെറാപ്യൂട്ടിക്, വാട്ട് ഈസ് മീനിങ്,
അതിന്റെ മീനിങ് എന്താണ്? തെറാപ്യൂട്ടിക്, ഹീലിംഗ് ഓഫ് ഡിസീസസ് ആണ്, ക്യൂറിംഗ് ഓഫ് ഡിസീസസ് ആണ്. അതായത് രോഗത്തെ ഭേദമാക്കുന്നതുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, നമ്മളുടെ രോഗം ഭേദമാക്കണം. ഹോസ്പിറ്റലിന്റെ പടിവാതിലെത്തിയ രോഗം മാറുമോ? ഇപ്പൊ ഒരു അസുഖം വന്നു, ചുമയുണ്ട്, അതല്ല എന്തെങ്കിലും വല്ല അസുഖം വന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഉടുപ്പൊക്കെ മാറി ചീട്ടൊക്കെ എടുത്ത് ഹോസ്പിറ്റലിന്റെ വാതിക്കെത്തിയാൽ നമുക്ക് അസുഖം മാറുമോ? ഇല്ല. ഡോക്ടറെ കണ്ട അസുഖം മാറുമോ? ഇല്ല. ഓക്കെ, ചില ആൾക്കാർ വെറുതെങ്കിലും പറയാറുണ്ട്, ഓ ഇന്ന് രാവിലെ നടന്ന് കൊച്ചുങ്ങളെയൊക്കെ കുറിച്ച് പറയുമല്ലോ നമ്മള്, കുട്ടികളൊക്കെ പറയും, ഓ കാലത്തൊക്കെ അങ്ങനെ എന്തായിരുന്നു, ഇപ്പൊ കണ്ട അത്താളൂത്തി പറയണത്, ആ ഡോക്ടറിനെ പോയെന്ന് അങ്ങോട്ട് കണ്ടു അസുഖം മാറി. അത് നമ്മൾ ചിലപ്പോഴൊക്കെ പറയും. അവര് ഇതിന് പറയുന്നത് അവിടെ വരെ പോകുന്നവരെ ചുമയായിരുന്നു അല്ലെങ്കിൽ പനിയായിരുന്നു, അവിടെ ഡോക്ടർ ഒന്ന് പോയി കണ്ടോളൂ, മരുന്നൊന്നും കഴിച്ചില്ല, അപ്പോഴേക്കും രോഗം മാറി. നമ്മൾ വെറുതെ ഒരു ഇതായിട്ട് പറയുന്നത് ചില ഇതായിട്ട് അല്ലെ. പക്ഷേ നമുക്കറിയാം, നമ്മളുടെ രോഗം ഭേദമാകണമെങ്കിൽ വി ഹാവ് ടു കൺസൾട്ട് ദ ഡോക്ടർ. മാത്രമല്ല, വട്ട് എവർ തിങ്സ് ദ ഡോക്ടേഴ്സ് ആർ സജസ്റ്റിംഗ്, പ്രിസ്ക്രൈബിംഗ് ആൻഡ് ആസ്കിംഗ് us to avoid, അവരുടെ അഡ്വൈസ്, ഒത്തിരി കാര്യങ്ങൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ അസുഖം മാറുള്ളൂ. അല്ലാതെ ഹോസ്പിറ്റൽസിന്റെ വാതിക്ക് വരെ ചെന്നാലോ ഡോക്ടറിന്റെ റൂമിന്റെ വാതിക്ക് വരെ ചെന്നാലോ നമ്മുടെ ഡിസീസസ് വിൽ നോട്ട് ബി ക്യൂർഡ്, അല്ലെ? രോഗം മാറില്ല. അപ്പൊ നമ്മുടെ ഡിസീസ് ഹീൽ ചെയ്യുന്ന, രോഗത്തെ ഭേദമാക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. അത് മാത്രമേ ഉള്ളൂ. ഹീലിംഗ് ഓഫ് ഡിസീസസിനോട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള 3 ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റൽസിലുള്ളൂ. ദേ ആർ ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. ഏതൊക്കെയാണ്? ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. ഓക്കെ, അപ്പൊ നമ്മളുടെ രോഗത്തെ ഭേദമാക്കുന്നതിൽ ഡയറക്റ്റ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഒരു ഹെഡ് എടുത്ത് അത് 3 അതിനകത്ത് മാത്രം കൊടുത്തേക്കണേ. തെറാപ്യൂട്ടിക്കിലാണ് നമ്മുടെ ഫാർമസിനെയും ഫിസിയോതെറാപ്പിനെയും ഡയറ്ററ്റിക്സിനെയും ഇട്ടേക്കണേ. എന്തുകൊണ്ട് താഴെയുള്ളത് ഇട്ടില്ല? അതിന് കാരണം നമ്മൾ പറയും. കാരണം അതവിടെ കിടക്കട്ടെ. ഇത് 3 ഡയറക്ട്ലി റിലേറ്റഡ് ടു അവർ ഹീലിംഗ് ഓഫ് ഡിസീസസ് ആണ്. നമ്മുടെ രോഗത്തെ ഭേദമാക്കുന്നതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം ഈ 3 കാര്യങ്ങൾക്കാണ് ഉള്ളത്. ഇത് 3 ഒരുമിച്ച് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ചില അസുഖങ്ങൾക്ക് ചിലതൊക്കെ കമ്പൽസറി ആയിട്ട് വേണം. സോ ലെറ്റ്സ് സീ എന്താണെന്ന് നോക്കാം. ഫാർമസി, ഡയറക്ട്ലി രോഗവുമായിട്ട് എന്താ ബന്ധം ഫാർമസിക്ക്? അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഉത്തരം. ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞതേ ഷുഗർ ഒക്കെ ഉണ്ട്, ഇത്തിരി പഞ്ചസാരയൊക്കെ കുറച്ച്, എത്ര ചായ കുടിക്കും ഒരു ദിവസം? 2-3 കുടിക്കും ഡോക്ടർ. ഓക്കെ, 3 കുടിക്കണ്ട, അതിന് ചായയെ കുടിക്കണ്ട. അവിടെ ചായ കുടിക്കാതെ ആ നേരത്ത് എന്തെങ്കിലും കുടിക്കണമെന്നൊക്കെ ചൂടുകളൊക്കെ കുടിച്ചൊക്കെ കഴിയുക. കാരണം ഷുഗർ ഭയങ്കര ഹൈ ആണ്, നോക്കണം, ശ്രദ്ധിക്കണം. കൊഴുപ്പൊക്കെ കൂടുതലാണ്, കൊളസ്ട്രോൾ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും വറുത്ത സാധനങ്ങൾ കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ബോയിൽ ചെയ്ത്, അല്ലെ, മുളപ്പിച്ച പയറോ അല്ലെങ്കിൽ പുഴുങ്ങിയ അങ്ങനത്തെ സാധനങ്ങളോ ഒക്കെ കഴിച്ചാൽ മതി. മസാലയൊക്കെ ഇട്ടിട്ടുള്ളതൊക്കെ കുറച്ചൊക്കെ എണ്ണയിലൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് കുറയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരും. ഇതൊക്കെ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തു? ശരി, കേട്ടു. പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. ഡോക്ടർ ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ട് കൃത്യമായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ടും രോഗം മാറിയില്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിടും. വലിയ അനുസരണയുള്ള കുട്ടിയെ പോലെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവോ? നേരെ വീട്ടിൽ പോവോ നമ്മള്? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? മെഡിസിൻസ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ, അല്ലെ? നമുക്ക് ഡോക്ടർ അതിനകത്ത് കുറിച്ച് തന്നിരിക്കുന്ന മരുന്ന് പോയി വാങ്ങിച്ചിട്ട് വേണം. ഡോക്ടറെ കണ്ടു, ഡോക്ടർമാർ മരുന്നൊക്കെ എഴുതി. ഇവിടെ എന്നിട്ട് മരുന്ന് എവിടെ ആർക്കറിയാം? മരുന്നില്ലാതെയാണ് വീട്ടിൽ ചെന്നേക്കണേ. പറ്റില്ല, നമ്മൾ മരുന്ന് കളക്ട് ചെയ്യണം. അപ്പൊ മരുന്ന് നമുക്ക് കഴിച്ചാൽ മാത്രമേ നമ്മുടെ രോഗം ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ രോഗത്തെ ഹീൽ ചെയ്യാനുള്ള പരമപ്രധാനമായിട്ടുള്ള സാധനം കിടക്കുന്നത് എവിടെയാണ്? ഫാർമസിയിലാണ്. മരുന്നൊക്കെ കിട്ടുന്നത് ഫാർമസിയിലാണ്. സോ യു ഹാവ് ടു ടേക്ക് ദ മെഡിസിൻസ്. മ്യൂട്ട് ചെയ്തോളൂ ബിനി. അപ്പൊ യു ഹാവ് ടു ടേക്ക് ദ മെഡിസിൻസ് അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. നമുക്ക് തന്നിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് അനുസരിച്ച് 1 നേരോ 2 നേരോ 3 നേരോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വരുത്തുന്ന പെട്ടെന്ന് രോഗമാകുന്ന ഇല്ലാട്ടോ. പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്ത് ആ മെഡിസിൻസ് കഴിച്ച് നമ്മുടെ രോഗത്തെ ഭേദമാക്കാൻ പറ്റും. ഭേദമാക്കാൻ, ഹീൽ ചെയ്യാൻ പറ്റും, നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും നമ്മുടെ ഡിസീസിനെ. സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു തെറാപ്യൂട്ടിക്. കണ്ട, അത് ചികിത്സയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് ഫാർമസി ആ ഒരു ഗ്രൂപ്പിൽ വന്നത്, ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വന്നത്. Then the second one is ഫിസിയോതെറാപ്പി. ഇനി ഇതെന്താണാവോ? ഫിസിയോതെറാപ്പി ഉണ്ടോ ഹീലിംഗ് ഓഫ് ഡിസീസസിൽ?
ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ടല്ലോ. കാരണം ഇപ്പൊ നോക്കിയാൽ നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ മഴക്കാലൊക്കെയാണ്, തെന്നി കിടക്കുന്ന സ്ഥലമൊക്കെയാണ്, നോക്കും കാണാണ്ടൊക്കെ ഓടി ചാടിയൊക്കെ അയ്യോ മഴ ഒന്നല്ലോ ഓടിപ്പോയി എന്തെങ്കിലും എടുത്തു ഇടിഞ്ഞു മുടിഞ്ഞ അവിടെ വീണ് അപ്പൊ ചിലപ്പോ എന്താ പറയാ നമ്മള് എന്തെങ്കിലുമൊക്കെ ഡിസ്ക് കംപ്ലൈന്റ് പറ്റി അല്ലെങ്കിൽ കട്ടിലിന് എന്തെങ്കിലും പറ്റി അകന്നു, ഡിസ്ക് അകന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനത്തേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അനങ്ങാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇങ്ങനെയൊക്കെ നോക്കി എക്സ്റേ ഒക്കെ എടുത്തു, കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു. പക്ഷെ ഈ നടുവിൽ എന്തെങ്കിലും പറ്റിയാൽ പെട്ടെന്നൊന്നും അതുങ്ങൾ മാറില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ മാറുന്നില്ല. ഡോക്ടർ പിന്നെ പറയും ഒരു ഫിസിയോതെറാപ്പി ഒക്കെ ഒന്ന് ചെയ്യും. അതായത് അങ്ങനെ എന്താ നമ്മുടെ ജോയിന്റ്സിനൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും മസിൽസിലോ ഒക്കെ ജോയിന്റ്സിലോ ഒക്കെ ഉണ്ടാകുന്ന പെയിനുകളൊക്കെ മാറ്റാനും ഒക്കെ ഫിസിയോതെറാപ്പി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പാരലൈസ്ഡ് ആയിട്ട് പോകുന്ന ആളുകളിലെ സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് ഒരു വശമൊക്കെ തളർന്നു പോകില്ലേ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഈ പറഞ്ഞ പോലെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരുമ്പോ സ്ട്രോക്കിന്റെ ബാക്കിയുള്ള ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ മാറി. എന്നാൽ ചിലപ്പോഴൊക്കെ ഒരു സ്ഥലമൊക്കെ പാരലൈസ് ചെയ്തു പോയി. അതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് ഒന്ന് പതുക്കെ നടന്ന് അവനവന്റെ കാര്യങ്ങളൊക്കെ എങ്കിലും ചെയ്ത് നടക്കാൻ പറ്റിയുള്ള കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡോക്ടേഴ്സ് ചിലപ്പോ സജസ്റ്റ് ചെയ്യാറുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാന്ന്. അപ്പൊ അതൊക്കെ ഹീലിംഗ് ആണ്. നമുക്ക് നമ്മളുടെ മസിൽസിന്, ബോഡിയുടെ ബോൺസിന്, അതുപോലെ ജോയിന്റ്സിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ശരീരത്തിന്റെ വേദനകളെയും രോഗങ്ങളെയും അകറ്റുന്നതിന് ഡയറക്റ്റ് ബന്ധമുള്ളതാ ഫിസിയോതെറാപ്പി. സോ ദാറ്റ് ഈസ് ഓൾസോ, അതുകൊണ്ടാണ് ഫിസിയോതെറാപ്പിയും തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ആ ഹെഡിന്റെ താഴെ വന്നത്, അല്ലെങ്കിൽ അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് വന്നത്. ആൻഡ് ദ തേർഡ് വൺ, മൂന്നാമത് വീണ്ടും വന്നിട്ടുണ്ട് ഡയറ്ററ്റിക്സ്. അപ്പൊ ഞാൻ പറയാം, അതിന് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡയറ്റ് പ്ലാൻ ആണ് അല്ലെ. നമുക്ക് ഇഫ് യു ആർ ഹാവിംഗ് എനി ഡിസീസ്, ചില ഡിസീസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വി ഹാവ് ടു അവോയ്ഡ് സം തിങ്സ്, വി ഹാവ് ടു ഇൻക്ലൂഡ് സം തിങ്സ് ഇൻ അവർ ഫുഡ് അല്ലെ. ചില സാധനങ്ങളൊക്കെ നമുക്ക് ഫുഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ ഡോക്ടേഴ്സ് ഇന്നത് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറയും. കുറെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിച്ചു, രോഗമൊന്നും മാറുന്നില്ല, ആ ഡോക്ടർ കൊള്ളൂല, ആ ഡോക്ടർക്ക് അറിയാൻ പാടില്ല. അങ്ങനെ എന്തൊക്കെയും മരുന്ന് ഇത് മുഴുവനും കഴിച്ച് 2 പ്രാവശ്യം കഴിച്ച് 3 പ്രാവശ്യം കഴിച്ച് 3 തവണ കഴിച്ചിട്ടും അസുഖമൊന്നും ഭേദമുള്ള അവർക്കൊന്നും അറിയില്ല എന്നാ തോന്നണേ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. എന്താ ചിലപ്പോ ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ ഒക്കെ കൂടിയിട്ടേ ഗുളികൊക്കെ ഞാൻ കൃത്യമായിട്ട് ഗുളിക കഴിക്കണ്ടല്ലോ, പിന്നെ എന്ത് രോഗം മാറാത്തെ എന്ന് ഡൗട്ട്. എന്താ ഫോളോ ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മരുന്നിന്റെ രൂപത്തിലാക, അത് വി ഹാവ് ടു ഫോളോ, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നില്ല എന്നിട്ട് രോഗം മാറിയില്ല എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ? ചിലപ്പോൾ ചില എക്സസൈസ് ചെയ്യാൻ പറയും, കുറച്ച് രാവിലെ ഒരു മോർണിംഗ് ഒരു ഹാഫ് ആൻ അവർ ഒന്ന് നടക്കുന്നു പറയും, അത് കേൾക്കുന്നില്ല. ഓയിലി ഐറ്റംസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ പറയും, അല്ലെങ്കിൽ റെഡ് മീറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ പറയും, ബീഫും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കി, കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആണ് എന്നൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ കൈവയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഭാഗം പറഞ്ഞത് ക്ലോസ് ചെയ്ത് അവിടെ വെച്ച് അത് നമ്മൾ തുറക്കുന്നില്ല. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഡോക്ടർ അങ്ങനത്തെ കുറെ അഡ്വൈസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിരുന്നു, അതിലേക്ക് നമ്മൾ തുറക്കുന്നേ ഇല്ല. നമ്മളിവിടെ ഇരുന്ന് ഈ തന്ന മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, എന്നിട്ടാണ് നമ്മൾ രോഗം മാറുന്നില്ല എന്ന് പറഞ്ഞത്. സോ സംടൈംസ് വി ഹാവ് ടു ഫോളോ ദ ഡയറ്റ്സ് which is suggested by the doctors. ഡോക്ടേഴ്സ് തരുന്ന ഇത്തരം സജഷൻസ് ഫുഡിലെ കൺട്രോളിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഡയറ്റ് ആണ്. ആ ഡയറ്റ് ഓൾസോ ഷുഡ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ടു ക്യൂർ അവർ ഡിസീസ്. നമ്മുടെ രോഗം ഭേദമാക്കുന്നതിന് അതിന് വലിയൊരു പങ്കുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് കൺട്രോൾ ചെയ്യാനും അതിൽ നിന്ന് ആ രോഗത്തിൽ നിന്നും മോചനം നേടാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതും ഈ പറഞ്ഞ തെറാപ്യൂട്ടിക്കില് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ക്യൂറിംഗ് ഓഫ് അവർ ഡിസീസ്. നമ്മുടെ രോഗം ഭേദമാക്കുന്നതിൽ നേരിട്ട് ബന്ധമുള്ളത് തന്നെയാണ് ഡയറ്ററ്റിക്സും. ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ട മരുന്നിനോടൊപ്പം along with the medicines you have to strictly follow the diet. ഡയറ്റ് കൂടി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ ചില അസുഖങ്ങൾക്ക്, എല്ലാ അസുഖങ്ങൾക്കൊന്നും നമ്മൾ പറയുന്നില്ല, ചില അസുഖങ്ങൾക്ക് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തെറാപ്യൂട്ടിക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് തെറാപ്യൂട്ടിക് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ ഡിസീസ് ഓർ ക്യൂറിംഗ് ദ ഡിസീസ്, നമ്മുടെ ഡിസീസ് ഇല്ലാതാക്കാൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തെറാപ്യൂട്ടിക്കില് 3 എണ്ണം വരുന്നു: ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? എന്തൊക്കെയാന്ന് മനസ്സിലായോ? എന്താണ് കാരണം എന്ന് മനസ്സിലായോ? ഇങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നതിന്റെ
ഓക്കെ, നമുക്കിപ്പോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ അത് വിശദമാക്കി തരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നും അത് എന്തുകൊണ്ട് ഇന്ന ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ ഇന്ന ഹെഡിൽ എന്തുകൊണ്ട് ഇത് വന്നു എന്നും നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യം. ഇപ്പൊ ഈ എന്താ പറയാ ഒരു പേജൊക്കെ എടുക്കാൻ എനിക്ക് ഒരു എന്താ പറയാ ഒരു 10 മിനിറ്റ് മതി. പക്ഷെ നമ്മളിത് വളരെ ക്ലിയർ ആയിട്ട് ഇത്രയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്നും ഓരോ ക്ലാസിഫിക്കേഷന്റെ കീഴിൽ എന്തുകൊണ്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റ് വന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ ഇത്രയും പറഞ്ഞ്. ഞാൻ ഫോളോ എല്ലാവർക്കും ഓക്കെ ആണോ? ടീച്ചർ ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇത്ര വരെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു ഡൗട്ട് മാർക്കും ഇല്ല, ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഇല്ല മാഡം. ഓക്കെ, അപ്പോ ഇനി നമുക്കപ്പോ ഇന്ന് നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു OPD IPD രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ബേസിസിലാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എന്നും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വന്നതാണ് തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ. അതിനകത്ത് വന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷൻസിലാണ് നമ്മൾ തെറാപ്യൂട്ടിക്കില് ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ് എന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മളിപ്പോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ടീച്ചർ ഈ ജനറല് എന്താ കേട്ടില്ല? ഷാഹിന പറയൂ, എന്താന്ന് വെച്ചാ പറയൂ. ടീച്ചർ ജനറല് അതൊന്നും കൂടെ ഒന്ന് ഓടിച്ച് പറയും. ജനറൽ ഞാൻ പറഞ്ഞില്ലല്ലോ, ജനറലിലേക്ക് നമ്മൾ എത്തിയില്ലല്ലോ ക്ലാസ്. ഹലോ ഹലോ ഹലോ, പോയാ ഷാഹിന? ഷാഹിന, ഞാൻ ജനറൽ പറഞ്ഞില്ലല്ലോ. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. ഓക്കെ, നമ്മൾ ഈ 2 ഡിപ്പാർട്ട്മെന്റില് ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ്ലി പറഞ്ഞു. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റില് സപ്പോർട്ടീവിനകത്ത് തെറാപ്യൂട്ടിക് മാത്രമേ പറഞ്ഞുള്ളൂ. ആ തെറാപ്യൂട്ടിക്കിൽ വരുന്ന 3 ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ് ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ ജനറൽ ഞാൻ തുടങ്ങിയില്ല. ജനറൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ, ഇനി എന്തെങ്കിലും നമ്മൾ പറഞ്ഞു തരുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്യണ്ടേ. വെറുതെ ഞാനിങ്ങനെ ഇരുന്ന് കുറെ അധികം പറഞ്ഞിട്ട് കണ്ടില്ലേ, ഒത്തിരി നേരം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം വരുമ്പോ നിങ്ങൾ പറയാണ് ഇന്ന് ഈ ചാപ്റ്റർ പഠിപ്പിച്ചത് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരായി? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഫുള്ളും ഒരു 10-25 ചാപ്റ്റർ ഉള്ളത് മുഴുവനും ഞാൻ പഠിപ്പിച്ച് തീർന്നിട്ടാണ് ലാസ്റ്റ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ഇന്ന് ആ ചാപ്റ്റർ ക്ലിയർ ആണോ എന്ന് ചോദിക്കുമ്പോ ആദ്യം തുടങ്ങി മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്താവും കാര്യം? ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്ന് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് എന്താ പറയാ ബ്രേക്ക് ചെയ്തതാണ്. തെറാപ്യൂട്ടിക്കിന്റെ മീനിങ് related to or healing diseases, related to healing diseases. നോട്ട് ഞാൻ തരും. നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട് ആവശ്യമുള്ളപ്പോഴേ ഞാൻ തരും. നമ്മളുടെ അത് ഞങ്ങൾക്കറിയാം ഇന്ന കാര്യത്തെ കുറിച്ച് നോട്ട് നിങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് ഡൗൺ ദ ലെക്ചർ നോട്ട്. നിങ്ങൾ ലെക്ചർ നോട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താന്ന് പറയട്ടെ, all things which is explained in the topic, it is clearly explaining to you. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദർ ഇസ് നോ നീഡ് ഓഫ് എനി ലെക്ചർ നോട്ട്. പിന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ലെക്ചർ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടോണ്ടിരിക്കുക. ആ ടോപ്പിക്കിലേക്ക് ജസ്റ്റ് ഒരു കണ്ണു ഇങ്ങനെ പോയിക്കോട്ടെ. ആ ടീച്ചർ പറയുന്നത് അവിടെ ഉണ്ടോ, ഈ ടീച്ചർ എവിടത്തെ കാര്യമാണോ പറയണതെന്നൊന്നും അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നോട്ട്സ് എവിടെ വേണം എപ്പോ കൊടുക്കണം എന്ന് ഞങ്ങൾക്കറിയാം. ഇനി എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞാൻ എവിടെ വരെ നോട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞേ എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് എനിക്ക് പറഞ്ഞുതരാം. ടീച്ചർ ഇന്ന വരെ നോട്ട് തന്നു, അടുത്ത നോട്ടില്ലേ. നമ്മൾ മിക്കതും അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇന്നത് വരെ ക്ലാസ് എടുത്തു എന്നുള്ളത് ഓരോ ക്ലാസ്സിനെയും കുറിച്ച്. അപ്പൊ നമ്മളത് അവിടെ എഴുതി വെക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ തന്നെ. ഇൻ കേസ് നമ്മളിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് മിസ്സായി പോയാൽ നിങ്ങളതൊന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയിലുണ്ട് ഇന്ന ക്ലാസ്സുകളിലാണ് നമ്മൾ ഇത്രയും എടുത്തു എന്നുള്ള കാര്യം. ഓക്കെ,
അപ്പൊ മോർണിംഗിൽ എടുക്കുന്ന അതൊക്കെ തന്നെയാണ് വൈകുന്നേരം വരിക ക്ലാസ്സിൽ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വരെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അതൊക്കെ നിങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്യുക, മനസ്സിൽ തന്നെ കടന്ന് റീകളക്ട് ചെയ്യുക. ആ ഓരോ പോയിന്റിലേക്ക് നോക്കിയിട്ട്. ആ ടേബിൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ടേബിൾ ഫുള്ളൊന്നും പറഞ്ഞില്ല കേട്ടോ, ഒരു ശകലം മാത്രം. ഫസ്റ്റ് ക്ലാസ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്തേക്കണേ. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നിങ്ങളുടെ കോപ്പറേഷൻ, നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്തൊക്കെ ഇരുന്നതുകൊണ്ട് കൃത്യമായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു, മനസ്സിലാക്കി തരാൻ സാധിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് ഡേ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ബൈ. താങ്ക് യു മാം. ഹലോ, ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു അഡ്മിന്റെ നമ്പർ തരാം.